അയാൾ കുറെ നേരം ബെല്ലടിച്ചിട്ട് പോയിക്കോട്ടെ, ആളില്ലെന്ന് വിചാരിച്ചോളൂ. ഇസ, നീ ചെല്ല്. അല്ലെങ്കിൽ അയാൾ ആളില്ലെന്ന് കരുതി വെയിറ്റ് ചെയ്യുകയോ വീണ്ടും വരികയോ ഒക്കെ ചെയ്യും. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് എത്രയും വേഗം ഡിസ്പോസ് ചെയ്യും. ചെല്ല്. കമോൺ യാർ, എന്ത് ചോദിച്ചാലും ഞാൻ ഇവിടെ ഇല്ല അങ്ങനെ പറഞ്ഞാ മതി. ചെല്ല്. യെസ്, ആരാ? ഞാൻ സണ്ണി, ഇവിടെ അടുത്തൊന്നും തന്നെയാ. ഞാൻ വന്നത് അലനെ ഒന്ന് കാണാനാ. ആളില്ലേ ഇവിടെ? അതിന് അലൻ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ല, ഞാൻ അലന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അലന്റെ സിസ്റ്ററാ പറഞ്ഞത് അയാളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന്. ഇസബല്ല അല്ലേ? യെസ്, ഐ ആം ഇസബല്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അലന്റെ ഫ്രണ്ട് തന്നെ ഞാൻ. ബട്ട് അലൻ ഇവിടെയുണ്ടെന്ന് നിങ്ങളോട് അവന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, അതൊരു റോങ് ഇൻഫർമേഷൻ ആണ്. അലൻ ഇപ്പോഴും ഹൂസ്റ്റണിൽ തന്നെയാണ്. അവനവിടെ സുഖമായിരിക്കുന്നു എന്ന് വീട്ടുകാരെ അറിയിക്കാൻ ഞാൻ അവിടെ ചെന്നു എന്നുള്ളത് സത്യമാണ്. ബട്ട് അവരോട് ഞാൻ അലൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ അലൻ നാട്ടിലുണ്ടെന്നുള്ളത് സത്യമാണ്. അയാൾ ഇവിടെ നിങ്ങളോടൊപ്പം തങ്ങുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓ ഗോഡ്, അത് സത്യമല്ല. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ദീപങ്ങളെ, ഞാൻ അലന്റെ ശത്രുവാണെന്ന് കരുതിയാണ് അയാൾ ഇവിടെ ഇല്ലെന്ന് കള്ളം പറയുന്നെങ്കിൽ അത് വേണ്ട. എന്നും അലന്റെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ് ഞാൻ, അത് അയാൾക്കും അറിയാം. അതുകൊണ്ട് കള്ളം പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നിൽക്കാതെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളൊന്ന് വിളിക്ക്. അല്ലെങ്കിൽ അയാൾ എവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞതാ. മിസ്റ്റർ, ഐ ആം സോറി. ഞാൻ നിങ്ങളോട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇല്ലാത്തൊരാളെ ഞാൻ എങ്ങനെ വിളിക്കും? അല്ല, നിങ്ങൾ അലന്റെ ആരാന്നാ പറഞ്ഞത്? എന്റെ പെങ്ങളെ കെട്ടിയവൻ എന്റെ അളിയനായിട്ട് വന്നല്ലോ. ഇസബല്ലയോടൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത്. അളിയൻ ഇവിടെ ഇല്ലെന്ന് പറയാൻ തന്നെ ആരോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടതാണെന്ന് തന്റെ ഈ മുഖം കാണുമ്പോൾ അറിയാം. ഒന്നുകിൽ അലൻ, അല്ലെങ്കിൽ അലന്റെ കുഞ്ഞ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തന്നോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ അന്വേഷിച്ചു വന്നത്. എന്റെ വരവ് അലൻ ഒരു തരത്തിലും ഭീഷണിയാകില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. പ്ലീസ്, ഇനിയും എന്നെ വിശ്വസിക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചി നിന്ന് അലനൊന്ന് വിളിക്കും. മിസ്റ്റർ, വാട്ട് ഹാപ്പൻ യു? ആദ്യം നിങ്ങൾ പറഞ്ഞു അലൻ ഇവിടെ ഉണ്ടെന്ന്, പിന്നെ പറയുന്നു അയാളുടെ കുഞ്ഞ് ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഇവിടെ ഉള്ളവരെക്കാളും തീർച്ചയാണോ നിങ്ങൾക്ക്? അല്ല, നിങ്ങളും അലനും ഒരുമിച്ചാണ് സ്റ്റേറ്റ്സിൽ നിന്ന് വന്നെന്നാ ഞാൻ അറിഞ്ഞത്. Who told you? അലൻ ഇപ്പോഴും അവിടെ തന്നെയാണെന്നാണ് എനിക്കറിയാവുന്ന കാര്യം. അയാളുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ അവിടെ പോയിരുന്നു എന്നുള്ളതും സത്യമാണ്. അതിനപ്പുറം നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും എനിക്കറിയില്ല. ആരെങ്കിലും പറയുന്ന നോൺസെൻസ് വിശ്വസിച്ച് ഇവിടെ വന്ന് നിങ്ങൾ എന്നെ ട്രബിളിലാക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞത് വിശ്വാസമായെങ്കിൽ. അപ്പൊ അളിയനും കുഞ്ഞും ഒന്നും ഇവിടെ ഇല്ലെന്നാണ് നിങ്ങൾ ആണായിട്ട് പറയുന്നത്. ഓക്കെ, എങ്കിലൊരു ഉപകാരം ചെയ്യാമോ? യെസ്, എന്താ ഇയാൾക്ക് വേണ്ടത്? അളിയന്റെ സ്റ്റേറ്റ്സിലുള്ള കോണ്ടാക്ട് നമ്പറും തരാമോ? സോറി, നമ്പറും അഡ്രസ്സും ഒന്നും ആർക്കും കൊടുക്കരുതെന്ന് അലൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അലന്റെ വീട്ടുകാർക്ക് പോലും ആ നമ്പർ കൊടുത്തിട്ടില്ല. ഓ, അപ്പൊ അങ്ങനെയാണ്. എന്നാ പിന്നെ കുഞ്ഞു അളിയനും ഇവിടെ ഇല്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഞാനങ്ങ് പൊക്കോട്ടെ. ഓക്കെ. അല്ല, കുഞ്ഞ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ കേൾക്കുന്നത്? അത് അലന്റെ കുഞ്ഞാണെന്ന് തന്നോട് ആര് പറഞ്ഞു? എന്റെ സെർവന്റിന്റെ കുഞ്ഞാ അത്. വലിയ അന്വേഷണത്തിലൊന്നും നിൽക്കാതെ ഇയാളൊന്ന് പോയേ. ഓ, സെർവന്റിന്റെ കുഞ്ഞ്. കരച്ചിൽ കേട്ടപ്പോ അളിയന്റെ കുഞ്ഞാണെന്ന് കരുതി ഞാനങ്ങ് പ്രതീക്ഷിച്ചു കേട്ടോ. സെർവന്റിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആശ്വാസത്തോടെ അങ്ങ് പോവാലോ. പോട്ടെ പെങ്ങളെ. കരയില്ല മോളെ, കരയില്ലടാ. പപ്പയല്ലേ നിനക്ക് തരുന്നേ. കുടിക്ക മോളെ.
മോനെ അവളെ ഇങ്ങിതാ. വിശന്നിട്ടൊന്നും ആവില്ല അവള് കരയുന്നത്. ചിലപ്പോ ഉറക്കം മുറിഞ്ഞതിന്റെ ദേഷ്യമായിരിക്കും. ആ, അവളെ ഇങ്ങി തന്നെ. ആ, ആ, ഓ ഓ ഓ ഓ. ആ, വാ. ആ എന്താ ഈസ, സണ്ണിച്ചാൻ പോയോ? ഹോ, ഒരു വിധത്തിലാണ് ഞാൻ അയാളെ ഒന്ന് പാക്ക് ചെയ്തത്. ബട്ട് അലൻ, ഞാൻ പറഞ്ഞതൊന്നും അയാൾ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ഒരു വിധത്തിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാ. അപ്പോഴേക്കും നിന്റെ മോളെല്ലാം പൊളിച്ചില്ലേ. എന്റെ മോളു, നിന്റെ പപ്പ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു പാരയാവുന്നുണ്ട്. അതിന്റെ കൂടെ നീയും കൂടെ എന്നെ വെള്ളം കുടിപ്പിച്ചേക്കല്ലേ. ഒന്ന് പോടി. നിനക്കൊരാളെ കൺവിൻസ് ചെയ്യാൻ അറിയാത്തതിന് ഈ കുഞ്ഞെന്തു പഴച്ചു അല്ലടി മോളു. ആ ആ, അയ്യോ, ഞാൻ ഇവിടെ ഒന്ന് ഉറക്കാൻ നോക്കട്ടെ. ആ ആ. ഇസ എന്ത് പറഞ്ഞു സണ്ണിച്ചൻ? ആളൊരു പ്രത്യേക ടൈപ്പാ അല്ലേ. ഹോ, ആ പറച്ചിലും നോട്ടമൊക്കെ കണ്ടപ്പോ ഞാൻ ശരിക്കും വരണ്ടു പോയാലൻ. ഓരോരോ ചോദ്യങ്ങള്, ഒടുക്കം മോളുടെ കരച്ചിലും കൂടി കേട്ടപ്പോ അയാൾക്ക് ഞാൻ പറഞ്ഞത് ഒട്ടും വിശ്വാസമായിട്ടില്ലെന്ന് ഉറപ്പാ. പ്രീത്യാന്റി പറഞ്ഞത് കറക്റ്റാ. എനിക്കാരെയും കൺവിൻസ് ചെയ്യാൻ ഒട്ടും അറിയില്ല, നിന്നെ പോലും. ഞാൻ ആലോചിക്കുന്നത് എന്റെ വരവിനെ പറ്റി സണ്ണിച്ചൻ എങ്ങനെ അറിഞ്ഞു എന്നാ. ഇനി പ്രാഞ്ചി അച്ഛൻ വല്ലതും? ഏയ്, അച്ഛനുമായിട്ട് അയാൾക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അതുമാത്രമല്ല, പൂക്കാടൻ കുടുംബത്തിലെ ഒരു അംഗമാണ് സണ്ണിച്ചനെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് ഒരിക്കലും അയാളോട് പ്രാഞ്ചിയച്ഛൻ ഒന്നും പറയൂല. പിന്നെങ്ങനെ? ഇനി നീ സ്ഥലത്തുണ്ടെന്ന് അയാൾക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് ആ ഫാമിലിയിലെ മറ്റുള്ളവരുമായി അയാൾ ഇത് ഷെയർ ചെയ്യില്ലേ? ഇല്ല, സണ്ണിച്ചന് മാത്രമേ ഞാനിവിടെ ഉള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും വേറെ ആരോടും ഇത് പറയില്ല. പറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് സണ്ണിച്ചന് നല്ല ബോധ്യമുണ്ട്. ആ കുടുംബത്തിൽ ഇത്തിരി മനുഷ്യത്വവും ആത്മാർത്ഥ്യമുള്ള ഒരേ ഒരാള് സണ്ണിച്ചൻ മാത്രമാണ്. അയാളെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാം. അയാളുടെ ആത്മാർത്ഥത എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അയാൾ ഗായത്രി തന്നെ മിന്നു കിട്ടിയത്. ഇസാബ്, സോറി അലൻ, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. നീ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. പക്ഷേ സണ്ണിച്ചനും ഗായത്രിയും തമ്മിലുള്ള റിലേഷനിൽ പോലും എനിക്ക് സംശയമുണ്ട്. സംശയോ? എന്ത് സംശയം? നിനക്കെന്താ അങ്ങനെ തോന്നാൻ? സണ്ണിച്ചന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഞാനും ഗായത്രിയും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞു വെച്ചുകൊണ്ട് അയാൾ ഒരിക്കലും ഗായത്രിയെ ഭാര്യയാക്കില്ല എന്ന് എനിക്കൊരു തോന്നൽ. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അവർ തമ്മിൽ അതിന് മാത്രം പരിചയവും അടുപ്പവും ഉണ്ടാകാൻ ഒരു വഴിയും കാണുന്നില്ല. ഡോണ്ട് ബി സില്ലി അലൻ. അലൻ ഇപ്പോഴും ഗായത്രിയിൽ പ്രതീക്ഷയുള്ളതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത്. ഗായത്രിയെ അയാൾ നിയമപരമായി വിവാഹം കഴിച്ച് തന്നെ ആവും. അല്ലെങ്കിൽ അയാൾ അത്ര ഉറപ്പോടെ ആ ഫാമിലിയിലേക്ക് കൊണ്ടുവരില്ലല്ലോ. അതല്ലാതെ അയാളോടൊപ്പം ആ വീട്ടിൽ താമസിക്കാൻ ആ കുട്ടിയും തയ്യാറാവില്ലല്ലോ. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ. ഞാൻ പറഞ്ഞതൊന്നും അയാൾക്ക് വിശ്വാസമാവാത്ത സ്ഥിതിക്ക് നിന്നെക്കുറിച്ചുള്ള അന്വേഷണം അയാൾ തുടർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോ മതിയായ തെളിവുകളുമായി ഇവിടേക്ക് തന്നെ വീണ്ടും വരാനും ചാൻസ് ഉണ്ട്. വരട്ടെ. ഇനി വരികയാണെങ്കിൽ സണ്ണിച്ചാനെ ഞാൻ ഡീൽ ചെയ്തോളാം. അലൻ ഇപ്പോഴും സ്റ്റേറ്റ്സിൽ തന്നെയാണെന്നാണ് ആ സ്ത്രീ തറപ്പിച്ച് പറയുന്നത്. അതെങ്ങനെ ശരിയാവും സണ്ണിച്ചായ? ഇച്ചയൻ അവിടെ ചെന്നതും കുഞ്ഞിനെ ഒപ്പം കൂട്ടിയതും പ്രാഞ്ചിച്ചൻ എന്നോട് പറഞ്ഞതാണല്ലോ. അച്ഛൻ എന്നോട് കള്ളം പറയേണ്ട കാര്യമില്ല, അതും ഇക്കാര്യത്തില്. അവര് പറഞ്ഞത് അത്ര വിശ്വാസയോഗ്യമായിട്ട് എനിക്കും തോന്നിയില്ല. പലവട്ടം ചോദിച്ചിട്ടും അലന്റെ കോണ്ടാക്ട് നമ്പരോ അഡ്രസ്സോ ഒന്നും തരാൻ അവര് കൂട്ടാക്കിയതുമില്ല. അലനോ അങ്ങനെ ഒരു കുഞ്ഞോ ആ വീട്ടിൽ നിന്ന് വരുത്തി തീർക്കാൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് തോന്നി എനിക്ക്. എന്തോ ഒരു കള്ളത്തരം അവരിലുണ്ടെന്ന് ഉറപ്പാണ് കുട്ടി. എന്താ അങ്ങനെ തോന്നാൻ? അങ്ങനെ സംശയിക്കത്തക്കതായിട്ട് എന്തെങ്കിലും സണ്ണിച്ചായന് തോന്നിയോ? സംശയിക്കാനാണെങ്കിൽ അവരെ നേരി കണ്ട നിമിഷം മുതൽ നമുക്ക് സംശയിക്കാനിതേ. ആരോ പറഞ്ഞു പഠിപ്പിച്ച കൂട്ടാണ് തുടക്കം മുതൽ അവരെന്നോട് സംസാരിച്ചത്. മാത്രമല്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടാനുള്ള തിടുക്കമായിരുന്നു അവർക്ക്. അലനോ കുഞ്ഞോ അവിടെ ഇല്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ് അവരെന്നോട് ചൂടായി. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം
ഒരു കൈക്കുഞ്ഞിന്റെ കരച്ചിൽ വ്യക്തമായി കേൾക്കുകയും ചെയ്തു. അന്നേരം അവരുടെ പരിഭ്രമവും ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് സണ്ണിച്ചായൻ അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ? ചോദിക്കാതെ പറ്റില്ലല്ലോ. സെർവന്റിന്റെ കുഞ്ഞാണെന്നായിരുന്നു മറുപടി. പക്ഷെ അത് കള്ളമായിരുന്നെന്ന് അവരുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ സംശയിക്കാൻ ഒന്നുമില്ല സണ്ണിച്ചായ. അത് ഇച്ചായന്റെ കുഞ്ഞാന്ന് ഉറപ്പാ. ചിലപ്പോ ഇച്ചായൻ അവിടെ തന്നെ കാണുമായിരിക്കും. എനിക്ക് മനസ്സിലാകാത്തത് അല്ല, നിങ്ങളോട് എന്തിനാ അങ്ങനെ ഒരു ഒളിച്ചുകളി നടത്തുന്നതെന്നാ. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ പൂക്കാടൻ പൗലോസിന്റെ മോനും ഗായത്രിയുടെ ഭർത്താവും ഒക്കെ ആയിരുന്നല്ലോ അയാളുടെ കണ്ണിൽ. അതുകൊണ്ട് എന്നെ വിളിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് വയ്ക്കാം. പക്ഷേ എന്താണ് അയാളുടെ ഉദ്ദേശമെന്ന് അലന് തന്നെയെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? സണ്ണിച്ചായ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഞാനും കൂടെ വരാം. ഞാൻ കൂടെ ഉണ്ടെന്നറിഞ്ഞ ഇച്ചായനും അവർക്കൊന്നും എന്നോട് കള്ളം പറയാൻ പറ്റില്ല. തൽക്കാലം അത് വേണ്ടെന്ന എന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അലൻ അങ്ങനെ ഒളിവിൽ കഴിയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ അന്വേഷിച്ച് ചെന്നത് തന്നെ അയാളിൽ സംശയത്തിന് ഇടവരുത്തിയിട്ടുണ്ടാവും. അതിന്റെ കൂടെ ഞാൻ അനിതയും കൂടെ ചെന്നാൽ ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് മോളെയും കൊണ്ട് അലൻ മാറാൻ ശ്രമിക്കും. അതിന് നമ്മളായിട്ടൊരു അവസരം കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോ അലനും കുഞ്ഞും അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട്. നമ്മളെ പേടിച്ച് അയാൾ അവിടെ നിന്ന് മാറുകയാണെങ്കിൽ പിന്നെ അയാളെ അന്വേഷിച്ച് കണ്ടെത്താനും പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി സംയമനം പാലിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ഏതായാലും അലന്റെ മോള് സേഫായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. സണ്ണിച്ചായൻ ഗൗരിയോട് ഇതേപ്പറ്റി വല്ലതും? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ആ കുട്ടിയുടെ വിഷമം കണ്ടപ്പോൾ കാര്യങ്ങൾ അതിനെ കൂടി അറിയിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഗായത്രി വീണ്ടും പുത്തെഴുത്ത് പോയതറിഞ്ഞ് ആകെ തകർന്നിരിക്കുക ആ പാവം. അതിന്റെ കൂടി കുഞ്ഞിനെ അലൻ കൊണ്ടുപോയ കാര്യം കൂടെ പറയാൻ തോന്നിയില്ല. അറിഞ്ഞാൽ ആ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാനാവില്ല. ഏതായാലും നമുക്ക് 2 ദിവസം കൂടി നോക്കാനിതാ. ഞാനവിടെ ചെന്നിട്ടുണ്ടെന്ന് അലൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അലന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാകാതിരിക്കില്ല. കുറഞ്ഞ പക്ഷം അലൻ നിന്നെ കാണാനെങ്കിലും ഒരു ശ്രമം നടത്തിയെന്നിരിക്കാം. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു. താൻ വിഷമിക്കാതെ നമുക്ക് നോക്കാന്നേ. അലന്റെ ഭാഗത്തുനിന്ന് എന്നതേലും വിവരം കിട്ടിയാൽ എന്നോട് പറഞ്ഞാൽ മതി. പോട്ടെ. എന്നാത്തിനടി അയാൾ വന്നത്? അത് ജോസൂട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. സൂക്കേടറിയാൻ വരുന്നവൻ വഴി നിന്നാണോ ക്ഷേമം അന്വേഷിക്കുന്നത്? അയാൾക്ക് എന്താ അകത്തോട്ട് വന്നാല്? സണ്ണിച്ചായൻ വേറെ ഇങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു അമ്മച്ചി. എന്നിവിടെ കണ്ടപ്പോ ജോസൂട്ടിയെ കുറിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പച്ചൻ തിരക്കിലാണോ? ആ, ലേശം. എന്നാ, നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ തിരക്കിനിടയിൽ സംസാരിക്കേണ്ട കാര്യമല്ല. സാരമില്ല, അപ്പച്ചൻ്റെ ജോലി നടക്കട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണേല് അത് പിന്നത്തേക്ക് വെക്കണ്ടാവേ. നീ കാര്യം എന്നാന്ന് വെച്ചാ പറ. അത് എന്നതാ വിഷയം? ഞാൻ പറയാൻ വന്നത് നമ്മുടെ സൈനയുടെ കാര്യമാണ്. അവളുടെ കാര്യത്തിൽ എന്നതേലും ഒരു തീരുമാനം എടുക്കണ്ടേ അപ്പച്ച? മനസ്സിലായില്ല. അവളുടെ കാര്യത്തില് ഇപ്പൊ എന്നതാ നിനക്കങ്ങനെ തോന്നാൻ? അവക്കിവിടെ എന്നതാ ഒരു കുറവായിട്ട് നിനക്ക് തോന്നിയത്? കുറവെന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നല്ല ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളുള്ള ചുറ്റുപാടുണ്ട്. എന്തു പറഞ്ഞാലും സാധിച്ചു കൊടുക്കാൻ അവൾക്ക് അപ്പച്ചനും ഉണ്ട്. അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും അവൾക്കുണ്ട്. പക്ഷേ ഒരു നല്ല ജീവിതം മാത്രം അവൾക്ക് കിട്ടുന്നില്ലല്ലോ അപ്പച്ച. നല്ല ജീവിതം എന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പച്ചന് മനസ്സിലായി കാണുമല്ലേ? ആ, അവളുടെ കൂടെ മാനമര്യാദയ്ക്ക് ജീവിക്കുമെന്ന് ഞാൻ കരുതി ഒരുത്തൻ തരവല്ലാതെ പോയി. അങ്ങനെ ഒരു കുഴപ്പം അവൾക്ക് പറ്റിയിട്ടുണ്ട്. കുഴപ്പം അവക്കല്ല അപ്പച്ച പറ്റിയത്,
അവൾക്ക് വേണ്ടി അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചവർക്കാ പറ്റിയത്. ഞാൻ അപ്പച്ചനെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. ആ കല്യാണം നടത്താൻ അപ്പച്ചൻ അവളുടെ ഇഷ്ടം മാത്രമേ നോക്കിയുള്ളൂ. അവള് മോഹിച്ച് ചെറുപ്പക്കാരന്റെ മനസ്സെന്താണെന്ന് അപ്പച്ചൻ കണ്ടില്ല. അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ചു. മോക്ക് വേണ്ടി അപ്പച്ചൻ അയാളെ വില കൊടുത്ത് വാങ്ങിക്കൊടുക്കുകയായിരുന്നു. അതല്ലേ അപ്പച്ച സത്യം? സ്നേഹിച്ച പെണ്ണിൽ നിന്നും ഒരുത്തനെ പിടിച്ചു വാങ്ങി മോൾക്ക് കൊടുത്താൽ അവളുടെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. മനുഷ്യൻ പണത്തേക്കാൾ വില കൊടുത്ത് സ്നേഹിക്കുന്ന മറ്റ് പലതും ഉണ്ട് അപ്പച്ച. അലനെ സംബന്ധിച്ചിടത്തോളം ലോകത്തവന് മറ്റെന്തിനേക്കാളും വലുതായിരുന്നു ഗായത്രിയോടുള്ള സ്നേഹം. അതിൽ നിന്ന് അവനെ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കിയത് ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു തെറ്റായിപ്പോയെന്ന് അപ്പച്ചനിപ്പോ ബോധ്യമായില്ലേ? അതും അതുപോലെ മറ്റു പലതും ഇപ്പൊ എനിക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. അല്ല, നീ എന്നതാ ഉദ്ദേശം എന്നുള്ളത് പറ. ഒരിക്കലും അലനും സൈനയും ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്നാത്തിനാ അപ്പച്ച ആ ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്? അയാളുമായി നിയമപരമായി ബന്ധം വേർപെടുത്തിക്കൊണ്ട് അവക്ക് യോജിച്ച, അവളെ ഇഷ്ടപ്പെടാൻ തയ്യാറുള്ള ആരെങ്കിലും കണ്ടെത്തി അവക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തൂടെ നമുക്ക്? അവളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും തയ്യാറുള്ള ഒരു പുരുഷൻ അവൾക്കൊപ്പം ഉണ്ടെങ്കിൽ അലനോടുള്ള ഈ പിടിവാശിയും ദേഷ്യവും ക്രമേണ അങ്ങ് മാറുകയും ചെയ്യും. പകയും വൈരാഗ്യവുമായി സ്വസ്ഥത കിട്ടാതെ ജീവിക്കുന്ന മോളെ കാണുന്നതിന് നല്ലതല്ലേ അവൾ മാന്യമായി ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണുന്നത്? നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഇവിടെയുള്ളവരെ എതിർക്കാനോ തോൽപ്പിക്കാനോ അല്ല ഞാൻ ഗായത്രിയെ ഭാര്യയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അലനും അവളും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റാനും അവരെ ഒന്നിപ്പിക്കാനും തന്നെയായിരുന്നു. അതുവഴി എന്റെ പെങ്ങളുടെ ജീവിതവും രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ. അത് കൊള്ളാം. പെങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ അവളുടെ ഭർത്താവിന്റെ കാമുകിയെ കൊണ്ട് ഈ വീട്ടിൽ വന്ന് കയറിയ ആങ്ങള ലോകത്ത് ഇയാള് മാത്രമേ കാണുകയുള്ളൂ, അല്ലേ അച്ഛാ? മനസ്സിൽ കണ്ട പദ്ധതി ചീറ്റിപ്പോയപ്പോ പുതിയ ഏതോ തട്ടിപ്പോയിട്ട് ഇറങ്ങിയിരിക്കയാള്. അതൊന്നും കേട്ട് നമ്മൾ മയകയല്ലാതെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകച്ചാ. ഒരു തട്ടിപ്പും എന്റെ മനസ്സിലില്ല. ഇതൊരു വീടാണെന്നും ഇവിടെ ജീവിക്കുന്നവരൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് കാണണമെന്നും ഒരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാ ഞാനിത് പറഞ്ഞത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്നവർക്ക് ഇതൊന്നും ഒരിക്കലും നേരെയാവല്ലെന്നായിരിക്കും മനസ്സിൽ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അപ്പച്ചൻ അപ്പച്ചന്റെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചാൽ മതി. അങ്ങനെ അങ്ങോട്ട് പോയാലോ? ആരാടോ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കിയത്? ദേ, തന്റെ കള്ളത്തരം കണ്ടുപിടിച്ചതിലുള്ള ദേഷ്യം എന്നോട് തീർക്കണമെങ്കിലേ അത് നേരിട്ടായിക്കോണം. അല്ലാതെ ഒരുമാതിരി കൊത്തും കോളും വെച്ച് സംസാരിച്ചാലുണ്ടല്ലോ. അഭിപ്രായം പറയാൻ നിന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഏത് തള്ളണം ഏത് കൊള്ളണമെന്നൊക്കെ എന്നെ എന്റെ മക്കള് പഠിപ്പിക്കണ്ട. പൊയ്ക്കോ അപ്പുറത്ത്. പാപ്പിച്ചായനത് എന്നാ പറ്റി? പെട്ടെന്ന് എന്നതാ ഇങ്ങനെയൊക്കെ തോന്നാൻ? അയാളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയ പിന്നെ ഇതുവരെ നമ്മൾ കാത്തിരുന്നതും അനുഭവിച്ചതിനും ഒക്കെ ആര് സമാധാനം പറയും? എന്നതാ പാപ്പിച്ചായന്റെ ആത്മവിശ്വാസം ചോർന്നു തുടങ്ങിയോ? അതല്ലടി മോളെ, അവനോട് പ്രതികാരം ചെയ്തിട്ട് ഇനി നമുക്ക് എന്നാ കിട്ടാനാ? അല്ലെങ്കിൽ തന്നെ ഇനി നമ്മളായിട്ട് അവനോടും അവന്റെ വീട്ടുകാരോടും എന്നാ ചെയ്യാനാ? നമ്മളായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ അവന്റെ കുടുംബം നശിച്ച് നാറാണക്കല്ലെടുത്തില്ലേ? ആ ചട്ടുകാലി കൊച്ചിന്റെ കെട്ടിയവന്റെ അവസ്ഥ കണ്ടില്ലേ? പിന്നെ അവന്റെ കാര്യം എവിടാണെന്നോ എന്നതാണെന്നോ ആർക്കെങ്കിലും വല്ല അറിവുണ്ടോ? ഇനി തിരിച്ചു വന്നാൽ തന്നെ ആ മേനോന്റെ മോള് അവന്റെ കൂടെ പോകുമെന്ന് എന്നതാ ഉറപ്പ്? മിക്കവാറും അന്ന് വന്ന ആ പെണ്ണും പിള്ളയുടെ മോന്റെ കഴുത്തേൽ അവള് തൂങ്ങിക്കാണും. അവളുടെ കൊച്ചിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ എല്ലാ രീതിയിൽ ചിന്തിച്ചാലും ജയിച്ചത് നമ്മൾ തന്നെ അല്ലേടി മോളെ. അതാ ഞാൻ പറഞ്ഞത്, അവന്റെ കാര്യം മാറ്റിവെച്ചിട്ട് ഇനി നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനെന്ന്. അങ്ങനെ കുറുക്കു വഴിയിൽ ഒരു ജയം പ്രഖ്യാപിച്ച് എനിക്ക് വേറെ ആളെ തപ്പണ്ട പാപ്പിച്ചായൻ.
എന്റെ അടുത്തുനിന്ന് ഓടി ഒളിച്ചിട്ട് വലിയ മിടുക്ക് കാണിച്ചതല്ലേ എന്റെ കെട്ടിയോൻ. അയാള് വരട്ടെ, വന്ന് എന്റെ കാല് പിടിച്ച് അപേക്ഷിക്കട്ടെ. അന്ന് ഞാൻ ആലോചിക്കാം അയാളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്ന കാര്യം. പാപ്പിച്ചായന്റെ പൊന്നു മോളിങ്ങനെ വാശി പിടിക്കല്ലേ. സത്യം പറഞ്ഞ നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ടെൻഷനോ? അത് കൊള്ളാം. പാപ്പിച്ചായന്റെ മനസ്സിന് ഈ ശരീരത്തെക്കാൾ പ്രായം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നെ പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അത് പതിവില്ലാത്തതാണല്ലോ. ഒരർത്ഥത്തിൽ പറഞ്ഞ നീ പറഞ്ഞത് ശരിയാടി മോളെ. വയസ്സ് ചെല്ലുമ്പോ മനസ്സിൽ പല കാര്യങ്ങളും ആലോചിച്ച് ആദ്യ പെരുകും. എല്ലാം ഉണ്ടായിട്ടും ഒരു ജീവിതമില്ലാത്ത അവസ്ഥയിൽ നിന്നെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിന്റെ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിച്ചതൊക്കെ കിട്ടാതാവുമ്പോ നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ കൈവിട്ടു പോകും പാപ്പിച്ചായ. അത് പാടില്ല. എന്റെ കാര്യം ഓർത്ത് പാപ്പിച്ചായൻ ടെൻഷൻ ആവണ്ട. വിചാരിച്ചതുപോലൊക്കെ നേടിയെടുക്കാനാവൂന്ന് എനിക്കിപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ട്. ദേ, ഇതുപോലെ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു പാപ്പിച്ചായൻ എന്റെ കോൺഫിഡൻസ് കൂടി ഇല്ലാതാക്കരുത്. ആദ്യം അയാൾ നേരിൽ പ്രത്യക്ഷപ്പെടട്ടെ, എന്നിട്ട് ആലോചിക്കാം ബന്ധം ഒഴിയണോ വേണ്ടയോന്നൊക്കെ.